ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പാർട്ടി വെയർ സാരീസ് വേണം, പക്ഷെ അത് ഒത്തിരി റേറ്റ് കൊടുക്കാനും പറ്റില്ല. 1-2 ഉടുക്കാനും മതി. ഇങ്ങനെയാണ് എല്ലാവരുടെയും ആവശ്യം ഇപ്പോൾ. അപ്പോൾ അതിന് പറ്റിയൊരു സാരിയെന്ന് എനിക്ക് തോന്നിയ കാരണം കേട്ടോ ഞാനിത് കൊണ്ടുവന്നേ. ഇത് സെമി ജൂട്ടിലാണ് വന്നിരിക്കുന്നത്. ഇത് ബോഡി പ്ലെയിൻ ആയിട്ട് സൈഡ് ബോർഡറും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് നമ്മുടെ ഈ പല്ലുവിൻ്റെ അതേ ഷെയ്ഡിൽ തന്നെയാട്ടോ വരുന്നതും. ഇങ്ങനെയാണ് ഇത് ഫുള്ള് വരിക. വേണ്ട, ഈ പല്ലു ആയാലും നല്ല ഭംഗിയായിട്ട് തന്നെ ലൈൻസ് ആയിട്ട് അതുപോലെ ഡസൽസ് എല്ലാം അറ്റാച്ച് ചെയ്ത് സൈഡ് ബോർഡറും ആയിട്ട് നല്ലൊരു പാർട്ടി വെയർ സാരി ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. നമുക്കത് ഓരോന്നായിട്ടൊന്ന് കാണാം. യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഇതുണ്ട പല്ലു. അതുപോലെ പല്ലുവൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പ്ലെയിനായിട്ട് സൈഡ് എല്ലാത്തിൻ്റെ അങ്ങനെ തന്നെ ഇങ്ങനെ ബോഡി പാർട്ട് ഫുള്ളായിട്ടും വരുന്നു. നമുക്ക് 1 ലെയറായിട്ട് ഒന്നും ഇടാൻ യാതൊരു പ്രോബ്ലം ഇല്ല. അങ്ങനെ ട്രാൻസ്പാരൻ്റ് അല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി വരിക. ഇത് പീകോക്ക് ബ്ലൂ ആൻഡ് നേവി ബ്ലൂ. ഇത് 2 രീതിയിൽ ഇതിനകത്ത് സാരികൾ വരുന്നുണ്ട് കേട്ടോ. ഈ പീകോക്ക് ബ്ലൂ അധികമായിട്ടും നേവി ബ്ലൂ ബോർഡറായിട്ടും അങ്ങനെയും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാം നല്ല കോമ്പിനേഷൻസായി, നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസ്. അതുപോലെ ഇതിൻ്റെ ബോർഡറോ അതിലേറെ അങ്ങനെ നല്ല ഭംഗിയുള്ള ബോർഡർ. ഒത്തിരി അങ്ങ് തിളങ്ങി നിൽക്കണതോ അങ്ങനെയൊന്നുമല്ല. നല്ല ഭംഗിയായിട്ട് തന്നെ നല്ലൊരു വീവിങ്ങോട് കൂടി വന്നിരിക്കുന്നു. റേറ്റ് ആണേലും നമുക്ക് ഉൾക്കൊള്ളാവുന്ന റേറ്റിലാണ് വന്നിരിക്കുന്നത്. 1425 അതുപോലെ നല്ല ഒതുങ്ങി കിടക്കും. ട്രാൻസ്പാരൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്. ഇതൊക്കെ ഈ സാരിയിലുള്ള ഗുണങ്ങളാണ്. നല്ല ഭംഗിയായിട്ട് നമുക്കിത് വെയർ ചെയ്യാനും പറ്റും. ഇത് പാരറ്റ് ഗ്രീനും ഡാർക്ക് മെറൂൺ ഷെയ്ഡുമാണ്. ഇത് തന്നെ ഓപ്പോസിറ്റായിട്ട് ഞാനിതിന് മുന്നം കാണിച്ചു. അങ്ങനെ ഈ കോൺട്രാസ്റ്റ് ബോഡി മെറൂണും ബോർഡർ പാരറ്റ് ഗ്രീനും ആയിട്ട് ഞാൻ കൊണ്ടുവന്ന ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതുണ്ട് അതിൻ്റെ പല്ലു കണ്ടോ. പല്ലുമൊക്കെ എന്ത് ഭംഗിയായിട്ടാണ്. അതുപോലെ ഇതങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നും അല്ല കേട്ടോ, വെയ്റ്റ്ലെസ്സും ആണ്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ നല്ല പെർഫെക്ഷൻ, അങ്ങനെ നൂല് പൊങ്ങിയേക്കോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ്, ഈ ബ്ലൗസും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈ ബോർഡറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. കാരണം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. ഇപ്പം ഞാൻ ഇതിനകത്ത് ഈ കളറുകൾ കാണിച്ചാലും എനിക്ക് തോന്നുന്നു ഇത് ഈ വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയാണ് നേരിട്ടത് കാണുമ്പോൾ. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഡൗട്ട് വരുവാണെങ്കിൽ തന്നെ വീഡിയോ കോളിൽ വിളിച്ചാൽ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് നേരിട്ട് കാണുന്ന കൂടുതലും ഭംഗിയായിട്ട് തോന്നണേ. അത്രയ്ക്കും നല്ലൊരു കളർ കോമ്പിനേഷൻസാണ്. ഇതുണ്ടോ ബ്ലാക്ക് ആൻഡ് ബ്ലൂ അല്ല പിന്നെ യെല്ലോ ഷെയ്ഡ്. ഇത് പാരറ്റ് ഗ്രീൻ ആൻഡ് ഡാർക്ക് മെറൂൺ കോമ്പിനേഷനിൽ നമ്മളങ്ങനെ സാധാ കാണാത്ത കോമ്പിനേഷൻസ് ആട്ടോ. അതുപോലെ ഈ സാരിയുടെ ബോർഡറിൽ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ്. അതെല്ലാത്തിൻ്റെ അതെ. അതുപോലെ ഇതിൻ്റെ പല്ലുവും നല്ല ഭംഗിയാണ്. അതുപോലെ വിത്ത് ബ്ലൗസ് പ്ലെയിന് വിത്ത് ബോർഡർ. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പീകോക്ക് ബ്ലൂ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനാട്ടോ ഇത്. നമുക്ക് എന്നും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്ന കോമ്പിനേഷനിലാണ് ഈ കളറുകളെല്ലാം വന്നിരിക്കുന്നത്. ഈ 2 ഷെയ്ഡ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ പണ്ട് മുതലേ നല്ലൊരു പവർഫുൾ തന്നെയാണ് ആ ഷെയ്ഡ്സ് 2ഉം. ഇതുണ്ടോ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ബോഡി പാർട്ടും വരുന്നു വിത്ത് ബ്ലൗസ്. റേറ്റ് 1425. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. നേവി ബ്ലൂ ആൻഡ് മജന്ത ഷെയ്ഡ്. നേരത്തെ അത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഇത് നമുക്കത് അങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാലോ. അതിൻ്റെ പല്ലു കണ്ടോ. അതുപോലെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് പീസ് ബോഡി പ്ലെയിനും സൈഡ് ബോർഡറും ആയിട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.